ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഇംസോളിനെ വണ്ടി അടിക്കാൻ വന്നപ്പം സുൻജ അവിടേക്കൊന്ന് അവളെ സേഫായി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഫ്യൂച്ചറിൽ സുൻജയുടെ വീട് കാണിക്കുവാണ്. അവിടെ ഇപ്പൊ പുതിയതായിട്ട് ഇവനും ഇംസോളും കൂടെ ഒരുമിച്ചെടുത്തൊരു ഫോട്ടോ ആ ടേബിളിലേക്ക് വരും. കാരണം ഇവള് കുറച്ചായിട്ട് അവനായിട്ട് ക്ലോസ് ആവുന്നുണ്ട്. അവന്റെ ഫ്യൂച്ചർ പതിയെ മാറി വന്നോണ്ടിരിക്കുക. അങ്ങനെ ആ സീനോടെ ഇവിടെ പാസ്റ്റ് ഇവനവളെ സേഫായിട്ട് ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവളോട് ചോദിക്കും ഇതിനുമുമ്പ് കാർ ആക്സിഡന്റ് വല്ലതും പെട്ടിട്ടുണ്ടോന്ന്. കാരണം അവൾ അത്രയ്ക്കും പേടിച്ചിട്ട് ആ റോഡിന്റെ അവിടെ നിന്ന്. ഇത് കേട്ട് അവളും അവനോട് എങ്ങനെ പറയുന്നറിയാതെ കുറച്ചു വർഷത്തിന് മുമ്പ് ഇതേപോലെ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ പറയും. ഇത് കേട്ട് അവൻ അവളെ സമ്മാനപ്പെടുത്തിയിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ അറിയാതെ വഴക്കുറഞ്ഞതിന് അവളോട് സോറി വയ്ക്കുമ്പോഴാണ് അവൾ അതൊന്നും കുഴപ്പമില്ലെന്ന് അവനോട് പറയും. ഇത് കേട്ട് ഇവൻ അവൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വീട്ടിലാക്കും. അപ്പോഴാണ് ഇവള് വീട്ടിൽ കയറി ഉടനെ അവനെ സന്തോഷിച്ച് അവൾ കിസ്സാക്കി കൊടുക്കും. കാരണം നമ്മൾ കണ്ടതുപോലെ ഇംസോളിനെ കണ്ടപ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അതുകൊണ്ട് അവൻ ഈ മൊമെന്റ് കാലം വെച്ച് സന്തോഷപ്പെടുമ്പോഴാണ് അവിടേക്ക് വരുന്ന അവന്റെ കൂട്ടുകാരൻ ഇത് കണ്ട് ഷോക്കാവും. അപ്പോഴാണ് ഇവന് നൈസിന് കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി അവനും കൂടെ കുറച്ച് കിസ് കൊടുക്കും. അതിനുശേഷം കൂട്ടുകാരൻ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇംസോളിനെ കുറിച്ച് സംസാരിക്കും. എടാ സുൻജയ, ലവൾ എപ്പോഴാ കിം ടേസന്റെ പുറയിലാ പോന്നെ, പിന്നെ എന്തിനാ നീ അവളുടെ പുറകെ പോന്നെ എന്ന് ഇവരും ചോദിക്കുമ്പോഴാണ് അവനും കുറച്ച് ജലസായിട്ട് ഇപ്പൊ റീസെന്റ് ഡേയ്സ് ആയിട്ട് ഇംസോൾ ഇവന്റെ പുറയിലാന്ന് പറയും. കൂടാതെ അവൾ ഇവന്റെ ഫാനാന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും ഫാനും ഒരാൾ ഇഷ്ടപ്പെടുന്നതും രണ്ടും വേറെ വേറെയാന്ന് പറയും. അതോടെ സുൻജൻ ടെൻഷനായിട്ട് എങ്കിൽ പിന്നെ ആ കിം ടേസുന് ഇവനെ പോലെ തന്നെ ജസ്റ്റ് ഒരു ഫാൻ ആയിരിക്കും എന്ന് പറയും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷനും തുടങ്ങുമ്പോഴാണ് അതേസമയം ഇംസോളും കുറച്ച് ടെൻഷനായിട്ട് ആ മാച്ച് കാണാൻ വേണ്ടി നിൽക്കും. കാരണം ഈ കോമ്പറ്റീഷനിലാണ് അവന് ഷോൾഡർ ഇഞ്ചുറി ആയി അവന്റെ സ്വിമ്മിംഗ് ഡ്രീം തന്നെ നിർത്തിയത്. അങ്ങനെ അതുപോലെ അവളും ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് അതേസമയം ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന് പറഞ്ഞ് അവനും കട്ടയ്ക്ക് സ്വിം ചെയ്യാൻ തുടങ്ങും. അതേസമയം ഈ മത്സരം അവന്റെ അച്ഛനും കണ്ട് അവിടുന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ലാസ്റ്റ് സുൻജയെ മത്സരത്തിൽ ജയിക്കുമ്പോഴാണ് അവൻ ഇഞ്ചുറി പറ്റാതെ മത്സരത്തിൽ ജയിച്ചുണ്ട് ഇവള് മൊത്തത്തിൽ സന്തോഷത്തിലാവും. അതിനുശേഷം അവനെ അവളും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവള് നമ്മളിപ്പോ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കുന്നത് ഇന്നലെ രാത്രി അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞാണ് അവൻ ഇവൾ ഇഷ്ടമെന്ന് നാളെ തന്നെ പറയുന്നത്. അങ്ങനെ അതും ആലോചിച്ച് അവൻ ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകും. ഇത് മനസ്സിലാവാതെ അവളും ഇവനിപ്പോ എവിടേക്കാ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാതെ അവള് കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവനൊരു ഹോട്ടൽ കണ്ടിട്ട് ഇവിടേക്ക് പോകാന്ന് പറയും. അപ്പോഴാണ് അവളും ഫുഡിന് വേറൊരു കിടില സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവളൊരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അപ്പോഴാണ് ഇവനും പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ടാൻ പ്ലാൻ ചെയ്ത ഇവൾ മൊത്തത്തിൽ കൊളവാക്കി എന്ന് പറഞ്ഞ് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇവര് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇവനും കുറച്ച് കെയറോടെ അവൾക്ക് ആ ഫുഡൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇതോടെ അവൾ സന്തോഷത്തിൽ ഒരു ഫാനായിട്ട് ഞാൻ സന്തോഷപ്പെടുമെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് അവന് കൊണ്ടിട്ട് എങ്കിൽ പിന്നെ ഇവള് കിം ടേസുങ്ങിന് ഫാനായിട്ടാണോ കാണുന്നതെന്ന് അവൻ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇത് കേട്ട് അവളും കിം ടേസുങ്ങിന്റെ പുറയിലൊക്കെ അറിയാതെ പോയതെന്ന് പറഞ്ഞ് അവൾ ഇവനോട് പറയുമ്പോഴാണ് ഇവന് മൊത്തം സന്തോഷത്തിൽ സക്സസ് എന്ന് പറഞ്ഞ് ഇവന്റെ വഴി ക്ലിയർ ആയെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഫുഡും കഴിച്ച് ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവർ അവസരം നോക്കുമ്പോഴാണ് അതേസമയം അവള് തന്നെ ഇവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ പുറത്തേക്ക് വിളിച്ചെന്ന് ചോദിക്കും. അങ്ങനെ അവൾ അങ്ങനെ ചോദിച്ചോടെ ഇതായിരിക്കും ടൈമിംഗ് എന്ന് പറഞ്ഞ് അവനും പ്രൊപ്പോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന കട കണ്ടിട്ട് ഇവൾ അവിടേക്ക് ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമെന്ന് പറയും. ഇത് കേട്ട് അവനും ഇവളുള്ള ടൈമിംഗെല്ലാം നശിപ്പിക്കുകയെന്ന് പറഞ്ഞ് അവനും പുറത്തങ്ങനെ ഫോട്ടോ എടുക്കാറില്ലെന്ന് പറയുമ്പോഴാണ് അവളും കുറച്ച് സാഡായിട്ട് എങ്കിൽ പിന്നെ വേണ്ടെന്ന് പറയും. ഇതോടെ അവനും കുറച്ച് ഷോ കാണിക്കാൻ പോലെ അവസരം തരത്തില്ലെന്ന് പറഞ്ഞ് ഇവള് വിളിച്ചോണ്ട് മാത്രം വരാമെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവളും ക്യൂട്ടായിട്ട് അവനെ കുറച്ച് പോസ്റ്റൊക്കെ ചെയ്യാൻ പറയുമ്പം അവൻ അതൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഇത് കണ്ട് അവള് ഷോക്കായി ഒരു ഐഡലായിട്ട് ഇവൻ ഇതുപോലെ അറിയത്തില്ലെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇനിയാണ് അവൻ ഇതൊക്കെ പഠിക്കുന്നത്. അതിനുശേഷം അവള് പറഞ്ഞ പോസ്റ്റിൽ ഇവൻ ആക്ഷൻ കാണിച്ച് രണ്ടുപേരും ഫോട്ടോ എടുക്കുമ്പോഴാണ് അവളും കുറച്ച് ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. ഇതോടെ അവനും ഇതിനേക്കാൾ ഇനി ബെസ്റ്റ് ആയിട്ട് ചാൻസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവനും പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളും പെട്ടെന്ന് നമ്മുടെ ഫോട്ടോസ് എന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇതോടെ അവനും മൊത്തം ദേഷ്യത്തിൽ ഇവളുള്ള ടൈമിംഗ് എല്ലാം കുളമാക്കാന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂട്ടുകാരനും ഇവനവളെ പ്രൊപ്പോസ് ചെയ്യുന്നൊക്കെ മെസ്സേജ് ചോദിക്കുമ്പം ഇവളതിന് എവിടെ ചാൻസ് എന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് ഇവരും പോകുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക് വരുമ്പം അതേസമയം ഇവൾക്ക് പെടുക്കാൻ മുട്ടും. അങ്ങനെ ഇതൊന്നും അറിയാതെ അവനും ടൈമിംഗ് ഒന്നും നോക്കാതെ അവൾ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവളും ഇവൻ മിണ്ടാൻ വരുമ്പോ തന്നെ മിണ്ടി പോലെന്ന് പറയും. അതോടെ അവനും പേടിച്ചിട്ട് ഇവൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ ഷോക്കായിരിക്കുമ്പോഴാണ് ഇവളും മനസ്സെല്ലാം കൺട്രോൾ ചെയ്ത് എങ്ങനെയാലും ഇവന്റെ ഫ്രണ്ട് നാണം കെടാതെ പിടിച്ചു നിൽക്കണം എന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഒരു കൊച്ചുകുട്ടിക്ക് പെടുക്കണം എന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംസോൾ സന്തോഷത്തിൽ എങ്ങനെയൊക്കെ വണ്ടി നിർത്തിത്താന്ന് പറഞ്ഞ് അവളും പ്ലീസ് അമ്മയെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ബസ് നിർത്താനൊക്കെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിലെടുത്ത് ആ കൊച്ചിന്റെ കൊടുക്കും. ഇതോടെ ഇംസോള് മൊത്തത്തിൽ ഷോക്കായിട്ട് ഇനി ഇവളെങ്ങനെ പെടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി സുൻജയ പെട്ടെന്ന് അവൻ അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞ് ആ ഡ്രൈവറിനെ വണ്ടി നിർത്താൻ പറയും. അതോടെ ഇവളും ആശ്വാസപ്പെട്ടിട്ട് അവന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവന് ടോർച്ചിലായിട്ട് വന്നിട്ട് അങ്ങ് ദൂരെ പോയിക്കോന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇവൾക്ക് അർജന്റാന്ന് അറിഞ്ഞിട്ടാ ആ വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന്. അതോടെ അവളും
നാണക്കേട് വിചാരിച്ചിട്ട് ഇപ്പൊ അവസാനം അവന്റെ ഫ്രണ്ട് തന്നെ നാണം കിട്ടുമോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നോടി പോകും. അപ്പോഴാണ് ഇത് കണ്ട അവനും എന്തായാലും ഇത് പ്രൊപ്പോസ് ചെയ്യാനുള്ള ടൈമിംഗ് അല്ലെന്ന് പറഞ്ഞ് ഇവരും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഇവന്റെ കൂട്ടുകാരനും പ്രൊപ്പോസലിന് വേണ്ടി സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴാണ് ഇവൻ ആ ചാൻസ് യൂസ് ചെയ്ത് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. ഇംസോൾ, ഇന്ന് എനിക്ക് സപ്പോർട്ട് തന്നതിന് താങ്ക്സ് എന്ന് ഇവനും പറയുമ്പോഴാണ് അവള് സന്തോഷത്തിൽ ഒരു ഫാനായിട്ട് ഞാൻ എപ്പോഴും കൂടെ തന്നെ കാണുന്ന അവൾ പറയും. ഇതോടെ അവനും എനിക്കൊരു ഫാനായിട്ട് നിന്നെ വേണ്ടെന്ന് അവനും പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതവൾ തെറ്റിയിരിച്ച് എങ്കിൽ പിന്നെ ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കാൻ നോക്കും. പക്ഷെ അവൻ പറയാൻ വരുന്നത് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആകാനാ. അപ്പോഴാണ് അവൾ അങ്ങനെ പറഞ്ഞോടെ ഇനി നിനക്ക് പ്രൊപ്പോസ് ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് കൂട്ടുകാരനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അതിനെ ശിവനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ കൂട്ടുകാരനും ദേഷ്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പ്രൊപ്പോസ് ചെയ്യാതെ വെറുതെ ഫാൻ ആവണ്ട മാൻ ആവണ്ടെന്ന് പറഞ്ഞ് എന്തിനാ വലിച്ചു കിട്ടിയെന്ന് അവൻ ദേഷ്യപ്പെടും. ഇതോടെ അവനും ദേഷ്യത്തിൽ കൂട്ടുകാരനായിട്ട് അടിക്കുമ്പോഴാണ് അവൻ ഇനിയും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സുൻജയെ സമ്മാനപ്പെടാൻ പറയും. അപ്പനാണ് ഇത് കേട്ട് അവനെ സന്തോഷത്തിൽ അതും ശരിയാണല്ലോ, ഞാൻ അവളെ ഡേറ്റിന് പോലും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് അവള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അവന്റെ സന്തോഷത്തിലാകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന് ട്രെയിനിങ് ചെയ്യുന്ന അതേ സമയം അവന് ഷോൾഡർ പെയിൻ എടുക്കും. അതോടെ അവന് വേദന സഹിക്കാൻ പറ്റാതെ നിലവിളിക്കുമ്പോൾ അവിടുത്തെ സാർമാരെല്ലാരും കൂടെ ഇവന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് പോകും. അതേസമയം ഇവനെ കാണാൻ വേണ്ടി ഇംസുൾ അവിടേക്ക് വരുമ്പോഴാണ് അവിടെ അങ്ങ് അവൻ കാണത്തില്ല. അപ്പനാണ് ഇവളെ കണ്ട് ടേസും അടുത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് വായി നോക്കാൻ നല്ല സ്പോട്ടാണെന്ന് ചെയ്യിക്കും. അപ്പനാണ് ഇവനെ കണ്ട് അവള് മൊത്തം ഷോക്കാകുമ്പോൾ ഇവളുടെ ക്രഷിനെ കണ്ടത് ഇപ്പൊ സന്തോഷമാണെന്ന് ചെയ്യിക്കും. കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംസുൾ എപ്പോഴും ഇവന്റെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. അതോടെ അവൾ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് പ്രൊപ്പോസ് ചെയ്തതിനെ മറന്നേക്കെന്ന് പറഞ്ഞ് അവനോട് കെഞ്ചുമ്പോഴാണ് അവനും പറ്റത്തില്ലെന്ന് അറിയും. അങ്ങനെ ഇവന്റെ അടുത്തിരുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവന്റെ പുറകെ നടക്കുന്ന പെങ്കൊച്ചും ഇവന് മെസ്സേജ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതോടെ അവനും ദേഷ്യത്തിൽ ഒരാൾ എങ്ങനെ റിജക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവളോട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവള് നിന്നെ എങ്ങനെയാണ് ഇപ്പൊ റിജക്ട് ചെയ്യാൻ പോകുന്നത് അതേപോലെ ചെയ്തതെന്ന് അറിഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് നടന്നു പോകും. അപ്പനാണ് അതേസമയം സുൻജി ഹോസ്പിറ്റലിൽ ചെന്നാക്കുമ്പോൾ ആ ഡോക്ടറും ഇനി അവന് പഴയതുപോലെ സ്വിമ്മിങ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം അവന് ഷോൾഡറിന് ഒരു വലിയ ഇഞ്ചുറി ഉള്ള. അതോടെ അവനും മൊത്തം തകർന്നു പോകുമ്പോഴാണ് അതേസമയം ഈ കാര്യമെല്ലാം ഹിംസോൾ അറിയും. അപ്പനാണ് അവൾക്ക് പിടിയിടുന്നത് ഇവൾ എത്ര ശ്രമിച്ചു നോക്കിയാലും പാസ്റ്റ് ഒരിക്കലും മാറ്റാൻ സാധിക്കത്തില്ലെന്ന്. കാരണം കോമ്പറ്റീഷനെ പറ്റേണ്ട സംഭവം അവൻ അടുത്ത ദിവസം തന്നെ ഇപ്പൊ പറ്റി. അതോടെ ഇംസോളും ക്ലാസ് കഴിഞ്ഞ് അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോഴാണ് അതേസമയം ആ വീട്ടിൽ കാണത്തില്ല. അവനാണ് ഇനി സ്വിമ്മിങ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ട് ആ മൊത്തത്തിൽ തകർന്നുമായിരിക്കും. അപ്പനാണ് കുറെ ലേറ്റ് ആയതോടെ അവന്റെ അച്ഛൻ അവന് ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും താമസിക്കാതെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടേക്ക് അവന്റെ അച്ഛൻ ഇവൻ കോമ്പറ്റീഷന് ജയിച്ചതുകൊണ്ട് അച്ഛന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് ഒരു വലിയ പാർട്ടിനെ വെച്ചേക്കും. കാരണം അച്ഛൻ അറിയത്തില്ല ഇവന്റെ ഷോൾഡർ പോയ കാര്യമൊക്കെ. അങ്ങനെ അച്ഛനും എന്റെ മോൻ ഇനി വലിയ റെക്കോർഡൊക്കെ പൊട്ടിക്കാൻ പോകുന്നറിഞ്ഞ് അവരുടെ ഫ്രണ്ടിലൊക്കെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇതൊക്കെ കേട്ട് സങ്കടം വരും. അതിനുശേഷം അച്ഛനും അവർക്കെല്ലാം ഫുഡ് സെർവ് ചെയ്തിട്ട് ഇവന്റെ അടുത്തേക്ക് സംസാരിക്കും. സുൻജയ, ഇവരെല്ലാം പോയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച, പക്ഷെ എന്നെ കൊണ്ട് സംസാരിക്കാതിരിക്കാൻ വയ്യ. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇത് കേട്ടിട്ട് നീ ഷോക്കാവല്ലേ? ഒരു ഫേമസ് ആയ കോച്ച് നിന്നെ പഠിപ്പിക്കാന്ന് അറിഞ്ഞ്, അതുകൊണ്ട് നിനക്ക് ഓസ്ട്രേലിയയിൽ പോവാം. അയാൾ അങ്ങനെ ആരും പഠിപ്പിക്കത്തൊന്നുമില്ല, പക്ഷെ നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഒപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാഗ്യോ. ഏതിന് അച്ഛനും പറയുമ്പോഴാണ് അവൻ ഇത് കേട്ടിട്ട് അവനൊന്നും പോകുന്നില്ലെന്ന് പറയും. അപ്പനാണ് അച്ഛനും പൈസ കാരണമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവന് വേണ്ടി കുറെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് അവന് പോകുന്നില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവന്റെ ഇഞ്ചുറി അച്ഛനോട് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് അവൻ വിചാരിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവൻ റീസൺ പറയാതെ പോകുന്നില്ലെന്ന് മാത്രം പറയുന്നുണ്ട്. വെറുതെ അപ്പൊ ബുക്ക് ചെയ്ത പൈസ മൊത്തത്തിൽ പോകുന്ന പറയുമ്പോഴാണ് അച്ഛൻ ബുക്ക് ചെയ്തെന്ന് അറിഞ്ഞ ഉടനെ അവനും ദേഷ്യത്തിൽ ഇവനോട് ചോദിക്കാൻ എന്തിനാ പൈസ കറക്കുന്നതെന്ന് അവനും പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ കേട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഷോക്കാകുമ്പോഴാണ് അവനും പെട്ടെന്ന് അവൻ സ്വിമ്മിങ് നിർത്താൻ പോവാന്ന് പറയും. കാരണം എന്തായാലും ഇവന് ഇനി സ്വിമ്മിങ് ചെയ്യാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നീന്നിട്ട് പോകുമ്പോഴാണ് അച്ഛനും പറയുന്നിട്ട് അവനോട് ദേഷ്യപ്പെടും. എടാ, നീ സ്വിമ്മിങ് നിർത്താൻ പോവാന്നോ? നീ എന്തുദ്ദേശത്തിലാ അത് പറഞ്ഞ? നിനക്ക് സ്വിമ്മിങ് അല്ലാതെ വേറെ എന്താ അറിയാം? ഇതാ നിന്റെ ഫ്യൂച്ചർ, നീ അത് തന്നെ ഇല്ലാതാക്കാൻ പോകണം. ഒരേശം നിനക്ക് റെസ്റ്റ് എല്ലാം വേണം, നീ റെസ്റ്റ് എടുത്തോ, പക്ഷെ നീ സ്വിമ്മിങ് നിർത്തല്. എന്നിട്ട് അച്ഛനും പറയുമ്പോൾ അവന് സ്വിമ്മിങ് തന്നെ വെറുത്തോ എന്ന് പറഞ്ഞ് അവന്റെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം ഈ പാർട്ടി നടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞ് ഇംസോൾ അവിടേക്ക് വരും. അങ്ങനെ അവൻ ഇന്നലെ ജോലി കിട്ടിയില്ല, അച്ഛന്റെ കൂടെ തന്നെ ഹോട്ടലിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴാണ് അച്ഛനും ദേഷ്യത്തിൽ അവനെ അടിക്കും. എടാ, നീ സ്വിമ്മിങ് നിർത്തുവാണ്, ഇനി നീ വീട്ടിലേക്ക് വരണ്ട. ഏതിന് അച്ഛൻ അവന് വഴക്ക് പറഞ്ഞോടെ അവന് വിഷമിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ സ്വിമ്മിങ്ങിന് വേണ്ടി കഷ്ടപ്പെട്ടതിൽ ഓർത്ത് നോക്കിയിട്ട് അവന് വിഷമിച്ച് മൊത്തത്തിൽ പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അപ്പനാണ് ഇതെല്ലാം ഇംസോളും കണ്ടിട്ട് അവളും മൊത്തത്തിൽ ടെൻഷനാവും. ഞാൻ തടയാൻ നോക്കിയിട്ടും അവന്റെ ഷോൾഡറും ചെയ്ത് തടയാൻ പറ്റിയില്ലല്ലോ. അതിനർത്ഥം എനിക്ക് പാസ്റ്റ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെന്തിനാ ഞാൻ ഇവിടേക്ക് ടൈം ട്രാവൽ ചെയ്തൊന്ന് വീണ്ടും ഞാൻ ഈ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാനോ? എന്നിന് അവളും വിഷമിച്ചോണ്ടിരിക്കും. അതിനുശേഷം അച്ഛനും അടുത്ത ദിവസം സ്കൂളിൽ ചെന്ന് അവന്റെ സാറിനോടൊക്കെ സംസാരിച്ചു നോക്കുമ്പോഴാണ് അച്ഛന് മനസ്സിലാവുന്നത് അവന്റെ ഷോൾഡർ ഇഞ്ചുറി കാരണം അവൻ സ്വിമ്മിങ് നിർത്തി പോന്നേന്ന്. ഇതോടെ അച്ഛനും മൊത്തം തകർന്നു. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇംസോളും ഇന്നലെ അവനോട് സംസാരിക്കാൻ പറ്റാത്തോണ്ട് അവനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുമ്പോഴാണ് ഇവളെ കാണാൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് സുൻജയെ കാണാനാണോ വന്നതെന്ന് പറഞ്ഞ് അവനടുത്തേക്ക് ചെല്ലും. അപ്പനാണ് ഇവനെ കണ്ട് അവളും ദേഷ്യത്തി, എടാ നിന്റെ ഫാൻസ് ഒക്കെയാ നിനക്ക് സ്ഥാനം തരുന്നില്ലെന്ന് പറഞ്ഞ് സുൻജയെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇടാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ അവൻ ആ കമന്റ്സ് ഒക്കെ വായിച്ച് സൂസൈഡ് ചെയ്ത് മരിച്ചുപോയത്.
എന്നിട്ട് ഇവള് അവനോട് ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ടിട്ട് അവനെ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും എന്നെ നോക്കാതെ പുറകെ നോക്കുമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ബോൾ ഒന്ന് ഇവളുടെ ഫേസിനകത്ത് അടിക്കും. ഇതോടെ അവന്മാരൊക്കെ അടുത്തേക്കൊന്ന് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതേപോലെ ഒരു സംഭവം അവൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്കെല്ലാം ഓർമ്മ വരുന്നത് പാസ്റ്റ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്ന്. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോകും. കാരണം ഇന്ന് അവളുടെ വീട് മൊത്തത്തിൽ തീ കത്തിപ്പോവും. അങ്ങനെ ഇത് ആലോചിച്ച് അവള് പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി അവളുടെ അമ്മയും ചേട്ടനൊക്കെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവരാരും തന്നെ ഫോൺ എടുക്കത്തില്ല. കാരണം അമ്മയും ചേട്ടനും കൂടെ അവര് പരസ്പരം സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ അമ്മയും ഇന്ന് ടോയ്ലറ്റ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് ചേട്ടന് ജോലി എടുക്കുമ്പോഴാണ് സ്റ്റൗ ഓണാക്കിയ കാര്യം പോലും അറിയാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തോണ്ടിരിക്കും ചേട്ടൻ. ഇതേ സമയം ഇംസോൾ ഇവർ ഫോൺ എടുക്കാത്തോണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് ടേസുങ്ങും വരുമ്പം ഇവളും പെട്ടെന്ന് റൈഡ് വരുമെന്ന് പറഞ്ഞ് അവനോട് സഹായം ചോദിക്കും. പക്ഷെ അവനാണ് ഇപ്പൊ ബിസി എന്ന് പറയുമ്പോഴാണ് അവളിപ്പോ പോയില്ലേ വീട് മൊത്തത്തിൽ കത്തിപ്പോന്ന് പറയുമ്പോൾ അവനും പെട്ടെന്ന് അവൾ വണ്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോകും. ഇതേ സമയം ഇവളെ അന്വേഷിച്ച് കൂട്ടുകാരി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ചേട്ടൻ അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇവളും പാന്റിൽ തന്നെ ബാത്റൂം പോയെന്ന് പറഞ്ഞ് ചേട്ടനാക്കും. അപ്പോഴാണ് ചേട്ടൻ ദേശത്തി ഇവിടെ ഒരു മനുഷ്യൻ ബാത്റൂം കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യുക, നീ എന്തോ കൊച്ചുവെച്ചെന്ന് വിചാരിച്ചോ പാന്റിൽ തന്നെ ബാത്റൂം പോകാൻ, എന്നിന് അവരുടെ തമ്മിൽ വഴക്കാകും. അപ്പോഴാണ് അതേ സമയം അവിടെ സ്റ്റൗ മൊത്തത്തിൽ കത്തി തുടങ്ങി ഫുള്ള് തീയാകാൻ തുടങ്ങും. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് കൂട്ടുകാരിയും ഇംസോളിന് വേണ്ടി നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവനെയൊക്കെ കാണേണ്ടിരുന്നെന്ന് പറഞ്ഞ് കൂട്ടുകാർ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചേട്ടനും ദേഷ്യത്തി ആരെ കുറിച്ച് എന്തോ പറയുന്നെന്ന് പറഞ്ഞ് അവർ തമ്മിൽ നല്ല പൊരിഞ്ഞടിയാകും. അങ്ങനെ ചേട്ടന് ആക്ടിങ് പോകുന്നോണ്ട് ഇവന്റെ ആക്ടിങ് ഒട്ടും കൊള്ളത്തില്ലെന്നറിഞ്ഞ് അവള് കളിയാക്കുമ്പം പെട്ടെന്ന് ഇവൾക്ക് എന്തോ പുകയുന്ന പോലെ മണം അടിക്കും. അങ്ങനെ അതെന്തോ സ്മെല്ലെന്ന് ഇവളും ചോദിക്കുമ്പോഴാണ് ചേട്ടനും ദേഷ്യത്തി നീ പറഞ്ഞു കേട്ട് എന്റെ ഹൃദയം കത്തുവെന്നറിഞ്ഞ് അവരുടെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം അവിടേക്ക് ടേസുങ്ങും ഇംസോളായിട്ട് അവിടെ വരുമ്പം ആ വീട് എത്തുന്നുണ്ട് ഇവരുടെ പെട്ടെന്ന് അകത്തേക്ക് ഓടിച്ചില്ലും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.